വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നേ നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് നിറയെ കൈമ റൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ കൈമ റൈസ് തന്നെയാണ് ജീരകശാല അരി എന്നും അതുപോലെ തന്നെ ബിരിയാണി അരി എന്നൊക്കെ പറയുന്നത്. ഇനി അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മുടെ ചോറൊക്കെ ഊറ്റുന്നത് പോലെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ് നിറയെ അരി എടുത്തതുകൊണ്ട് 3 ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ച് വെക്കണം. നല്ലതുപോലെ വെള്ളം തിളച്ച ഉടനെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് തിളച്ച് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ബിരിയാണി റൈസ് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് 3/4 ടേബിൾ സ്പൂൺ നെയ്യും 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെക്കാം. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാതെ നെയ്യ് മാത്രമായിട്ടും സൺഫ്ലവർ ഓയിൽ മാത്രമായിട്ടും എടുക്കുകയാണെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കഷ്ണം കറുവപ്പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 ജാതിപത്രി എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സ്പൈസസ് ആണോ ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാം. ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതും ഒരല്പനേരം ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്നും മാറി തുടങ്ങേണ്ട ആവശ്യമില്ല, ഒരല്പനേരം മാത്രം വഴറ്റി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ അരിയൊക്കെ നല്ലതുപോലെ ഡ്രൈ ആയി ആ പാത്രത്തിൽ തട്ടുമുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് വരെ വേണം ഇതുപോലെ വഴറ്റി കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് നേരത്തോളം ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തിളച്ച വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഉപ്പിൻ്റെ അളവ് മനസ്സിലാവും. 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അരിയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. ശേഷം എല്ലാം കൂടെ ഇളക്കിയതിന് ശേഷം നമുക്ക് വിസിലിട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഫുള്ളിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരല്പം സവാള വളരെ നേർത്തായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് 2-3 മിനിറ്റ് നേരം നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് എത്രയാണോ അണ്ടിപ്പരിപ്പ് വേണ്ടത് അത്രയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വീതം അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. നെയ്യ് കുറവാണെങ്കിൽ അല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. മുന്തിരിയൊക്കെ നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ കളറും മാറിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് കോരി മാറ്റി വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു വിസിൽ വന്നപ്പോൾ ഈ കുക്കറൊന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ വലിയ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 25 എണ്ണത്തോളം ഉണ്ടാവും. നല്ലതുപോലെ വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള വറ്റൽമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നേരത്തോളം ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി പ്രോൺസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഫ്ലെയിം ലോ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പ്രോൺസ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം വളരെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ പ്രോൺസിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യമാണെങ്കിൽ ഒരല്പം എണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ പ്രോൺസിൻ്റെ 2 ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചെറുതായി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 3 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തതും കൂടെ ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇതും ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരല്പനേരം ഒന്ന് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചതിന് ശേഷം വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്.
അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി അടിയിൽ പിടിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇവിടെ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ സ്മാഷ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ സവാളയും തക്കാളിയും അതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം മാത്രം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നല്ലതുപോലെ വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവർ ഈ പ്രോൺസിലേക്കൊന്ന് കിട്ടാനായിട്ട് ഒരല്പനേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം മൂടി വെച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു അല്പനേരം മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരല്പം വെള്ളം ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പ്രോൺസും ഈ മസാലയും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസിൻ്റെ പകുതി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത ലെയറായിട്ട് ഈ പ്രോൺസ് മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ബാക്കിയുള്ള ബിരിയാണി റൈസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അല്പനേരം ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ അല്പനേരം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ അല്പം ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക.